+2 matrices chapter matrixലെ 6 മാർക്ക് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇത് പഠിക്കാത്ത ഒരാൾ എക്സാം ഹാളിൽ പോരുത്. വെരി ഇമ്പോർട്ടൻറ്റ്. ഏത് എക്സാം ആയിക്കോട്ടെ ഈ ക്വസ്റ്റ്യൻ പഠിച്ചു പോകണം. വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇതാണ് മക്കളെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. എക്സ്പ്രസ് എ ഒരു സ്ക്വയർ മാട്രിക്സിന്റെ 3/3 ഇവനെ സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മാട്രിക്സ് ആയിട്ട് ആഡ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. വളരെ സിമ്പിൾ ആണ്, ഒരിക്കലും തെറ്റാൻ പറ്റൂല, ആർക്കും ഇത് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ നോക്കിയത് 5 മിനിറ്റ് ഞാൻ പഠിപ്പിച്ചത്. ഓക്കെ, ഫസ്റ്റ് തന്നെ നിങ്ങൾ എഴുതേണ്ടത് എ എന്ന് പറഞ്ഞാൽ, ഓക്കെ, എ എന്ന് പറയുമ്പോൾ ഈ ഇക്വേഷൻ ആണ് പഠിച്ചേക്കേണ്ടത്. ഹാഫ് എടുക്കുക. ഓക്കെ, ഹാഫ് എടുത്തിട്ട് എ പ്ലസ് എ ട്രാൻസ്പോസ്. ഓക്കെ, എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സിമെട്രിക് ഭാഗം കിട്ടി, പ്ലസ് ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ്. ഓക്കെ, ഇവിടെ പ്ലസ് ആണെന്ന് ഓർക്കണം, ചിലവർ ഇവിടെ കൊണ്ടേ മൈനസ് ഇടും. അത് നിങ്ങൾക്ക് മറന്നു പോകണമെങ്കിൽ ചോദിച്ചു നോക്കിയാൽ സമ്മ് കാണിച്ച സം. അപ്പോൾ ഇവിടെ സം ആണെങ്കിൽ പ്ലസ് അല്ലേ വരുള്ളൂ. സി, ഈ ഭാഗമാണ് ഇതിൻ്റെ സിമെട്രിക് ഭാഗം. ഓക്കെ, സിമെട്രിക് ഭാഗം, ഇതാണ് സ്ക്യൂ സിമെട്രിക് ഭാഗം. ഓക്കെ, അപ്പോൾ സ്ക്യൂ സിമെട്രിക്കും സിമെട്രിക്കിനെയും സമ്മായിട്ട് നമ്മൾ കാണിക്കുന്നു. ഓക്കെ, വളരെ സിമ്പിളാണ്. നമ്മൾ ആദ്യം എന്താ എ പ്ലസ് എ ട്രാൻസ്പോസ് പകുതി എഴുതുന്നു. അടുത്ത പേജിൽ എടുക്കാം. ഓക്കെ, ഞാൻ അതിൻ്റെ സെയിം ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് അടുത്ത പേജിൽ ഞാൻ ഇതിൻ്റെ വർക്കിംഗ് കാണിച്ചില്ല. ഓക്കെ, നിങ്ങൾ ചില സ്കൂളുകളിൽ ചിലപ്പോൾ ഇതിനെ പി ഒ ക്യൂ എന്നൊക്കെ വിളിക്കാൻ പറയും, ഇഷ്ടമുള്ള ചെയ്തു. ഓക്കെ, ആദ്യം എ ഇവിടെ ഉണ്ട്, ഞാൻ എ ട്രാൻസ്പോസ് എടുക്കാം കേട്ടോ. എ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. അപ്പോൾ നോക്കിയാൽ 3 3 -1 താഴേക്ക് എഴുതി, -2 -1 വരെ താഴേക്ക് എഴുതുന്നു. ഓക്കെ, എല്ലാം ഇങ്ങനെയുള്ളത് താഴേക്ക് എഴുതുന്നു. അപ്പോൾ -4 -5 1 2. ഓക്കെ, എനിക്ക് എ ട്രാൻസ്പോസ് കിട്ടി. ഇനി ആകെയുള്ള ടാസ്ക് എനിക്ക് എ പ്ലസ് എ ട്രാൻസ്പോസ്. ഓക്കെ, എ പ്ലസ് എ ട്രാൻസ്പോസ്. മക്കളെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഒന്ന് ആഡ് ചെയ്തേ. ഇതാ ഇവിടെ 3 3 ആഡ് ചെയ്തു, 6 കിട്ടി. 3 -2 എന്ന് പറയുമ്പോൾ എത്രയാണ്, 3 -2 1, -1 4 -5, അങ്ങനെ എല്ലാം ആഡ് ചെയ്ത -2 3 എന്ന് പറയുമ്പോൾ 3 -2 1, -2 -2 -4, 1 5 -5 -4. ഓക്കെ, സിമ്പിളായിട്ട് കിട്ടും. ഇവിടെ നോക്കിയാൽ -4 -1 -5, -5 1 -4, 2 2 4. ഇനി ഇത് സിമെട്രിക് ആണോ ചെക്ക് ചെയ്യണം. സിമെട്രിക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത്രേ ഉള്ളൂ. നോക്കിയാൽ ഇത് ഇങ്ങനെ ഒരു ട്രിക്ക് ഉണ്ട്. ഈ ഡയഗണലിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത് കറക്റ്റ് എലമെൻ്റ് ആണ്. നോക്കിയാൽ 1 1 ശരി, -5 -5 ശരി, -4 -4 ശരിയാണല്ലോ. അങ്ങനെ കറക്റ്റ് മാച്ചാണ്. ഇത് മിറർ പോലെ അല്ലേ, അത് കിട്ടി. ഇത് എ പ്ലസ് എ ട്രാൻസ്പോസ് കിട്ടി. പക്ഷേ പ്രശ്നം നമുക്ക് ഇതല്ല വേണം, നമുക്ക് ഹാഫ് ഇടാൻ മറക്കരുത്. ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്. അപ്പോൾ ഞാൻ ഹാഫും കൂടി ഇവിടെ ഇരുന്നു. ഇനി ഹാഫ് എല്ലായിടത്തും ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തോ. എല്ലായിടത്തും ചിലപ്പോൾ വർക്ക് ചെയ്യില്ല, പക്ഷേ എന്നാലും നമുക്ക് നോക്കാം. സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, 6 നോക്കി എവിടെ നിന്നാണ്, 6 3 ആയി. 1 എന്താണ്, 1/2 ആയി. -5/2 ആയി. ഓക്കെ, എല്ലാവരും /2 ഇങ്ങോട്ട് കൊടുക്കുക, 1/2. ഓക്കെ, -4 -2 ആയി, -4 -2 ആയി, ഇത് 2 ആയി, -2 ആയി, ഇത് -5/2 ആയി. സിമെട്രിക് മാട്രിക്സ് കിട്ടി. എന്താണ്, ഹാഫ് ഓഫ് എ പ്ലസ് എ ട്രാൻസ്പോസ്. ഈ ബ്രാക്കറ്റും കൂടി വേണം. അപ്പോൾ എനിക്ക് സിമെട്രിക് ഭാഗം കിട്ടി. ഈ സാധനം ഞാൻ നോട്ട് ചെയ്ത് നോക്കുന്നു. ഓക്കെ, ഇനി അതേ സമയം നമുക്ക് ഇവിടെ തന്നെ അങ്ങ് സോൾവ് ചെയ്യാം. എന്ത് ചെയ്യാം, ബാക്കി എ മൈനസ് എ ട്രാൻസ്പോസ്. എന്താണ്, എ മൈനസ് എ ട്രാൻസ്പോസ്. ഓക്കെ, എ മൈനസ് എ ട്രാൻസ്പോസ്. അപ്പോൾ എന്താണ്, ഫസ്റ്റ് കാര്യം ഒരു ക്ലൂ തരാം മക്കളെ. നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണെങ്കിൽ ഡയഗണൽ എലമെൻറ്റ്സ് 0 ആയിരിക്കും. ഈ ഡയഗണൽ എലമെൻറ്റ്സ് 0 ആയിരിക്കും. ഓക്കെ, ഇനി നോക്കിയാൽ ഈ സാധനം മൈനസ് ഇത് കേട്ടോ. അപ്പോൾ ഫോർ എക്സാമ്പിൾ 3 -2 3 -2 എന്ന് പറയുമ്പോൾ എത്രയാ, 5, 3 + 2, -1 -4 എന്ന് പറയുമ്പോൾ -1 + 4, അപ്പോൾ 4 -1 3. ഓക്കെ, -2 -3 എന്ന് പറയുമ്പോൾ -5. ഓക്കെ, ചെക്ക് ചെയ്യാൻ എങ്ങനെയാണെന്ന് പറയുമ്പോൾ -1 1 -5 1 -5 എന്ന് പറയുമ്പോൾ 1 + 5 6, -5 -1 -6, -4 -1 -4 + 1 എത്രയാ, നമുക്ക് -3 വരും. ഓക്കെ, ഇതെങ്ങനെ ചെക്ക് ചെയ്യുക സാർ? ഇവിടെ വളരെ സിമ്പിളാണ്. ഡയഗണൽ എലമെൻറ്റ്സ് 0 ആണോ ചെക്ക് ചെയ്യുക. ഓക്കെ, അതിനപ്പുറത്ത് ഇവിടെ 5 ആണ്, ഇവിടെ -5. ഓക്കെ, -3 ആണ് 3, 6 ആണെങ്കിൽ -6, എല്ലാം ഈക്വൽ നമ്പേഴ്സ്, പക്ഷേ ഓപ്പോസിറ്റ് സിമ്പിൾ ആണ്. ഓക്കെ, ഇനി കഴിഞ്ഞിട്ടില്ല, ഇത് കഴിഞ്ഞിട്ടില്ല. ഇനി എന്താണ് ചെയ്യേണ്ടത്, ഹാഫ് ഇടാൻ മറക്കരുത്. കാരണം ഹാഫാണ് നമുക്ക് വേണ്ട, ഹാഫ് ഇടുക. അപ്പോൾ എന്താണ് കിട്ടുക, ഇവിടെ എനിക്ക് ഡയഗണൽ എലമെൻറ്റ്സ് 0 0 0 തന്നെ. ഇവിടെ 5/3, ഇവിടെ 3, ഇവിടെ 5/3 അല്ല, 5/2 3/2. ഇവിടെ 6/2 എന്ന് പറയുമ്പോൾ 3, ഇവിടെ -3. ഓക്കെ, ഇവിടെ -3/2, ഇവിടെ -5/2. ഓക്കെ, അതോടെ ഈ സെറ്റ് കിട്ടി. അപ്പോൾ എനിക്ക് സ്ക്യൂ സിമെട്രിക് ഭാഗം കിട്ടി, സിമെട്രിക് ഭാഗം കിട്ടി. ഇനി എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പറ്റുമല്ലോ. ഞാൻ എന്ത് ചെയ്തു, സിമെട്രിക് ഭാഗത്തിനെ കോപ്പി ചെയ്യുന്നു. ഓക്കെ, കോപ്പി ചെയ്തു കഴിഞ്ഞ ഇക്വേഷൻ ഉണ്ട്. നിങ്ങൾ അവസാനം ഒന്നും കൂടി റീറൈറ്റ് ഇക്വേഷൻ ഇയാളെ കൊണ്ട് ഇവിടെ. ഇതാണ് ഹാഫ് ഓഫ് എ പ്ലസ് എ ട്രാൻസ്പോസ്. ഓക്കെ, ഇനി പ്ലസ് ഇനി എന്ത് ചെയ്യുന്ന സ്ക്യൂ സിമെട്രിക് ഭാഗം. ഓക്കെ, ഞാൻ ഇവനെടുത്ത് കോപ്പി ചെയ്യുന്നു. ഓക്കെ, അതോടെ എനിക്ക് ആൻസർ കിട്ടി. ഇങ്ങനെ എഴുതി വെച്ചാൽ അവസാനം ആൻസർ കിട്ടും. നിങ്ങൾ ആ ഇക്വേഷൻ ഒന്നും കൂടി എഴുതുക. ഓക്കെ, ഈ സാധനം വേണ്ട. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്താൽ എനിക്ക് എൻ്റെ ഫസ്റ്റ് മാട്രിക്സ് കിട്ടുമെന്നാണ് പറയുന്നത്. ഇത്രയുള്ള സംഭവം. ഓക്കെ, ഇതെല്ലാം കിട്ടിയാലോ വെറും 5 മിനിറ്റിനുള്ളിൽ ഞാൻ പഠിപ്പിച്ചത് നിങ്ങളുടെ 6 മാർക്ക് ഷുവർ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത്രയുള്ള സംഭവം നമ്മൾ ആ മാട്രിക്സിനെ സ്ക്യൂ സിമെട്രിക് ആൻഡ് സിമെട്രിക് ആയിട്ട് കാണിച്ചു. ഓക്കെ, ഇത് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി അതേപോലെ 1 2 സിമ്പിൾ ക്വസ്റ്റ്യൻസും കൂടി പറയാം. എന്താണെങ്കിലും നിങ്ങൾ വന്നാണല്ലോ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ കേട്ടോ.
ഈ matrix is a skew symmetric matrix. Skew symmetric matrix എന്ന് പറയുമ്പോൾ diagonal 0 ആണ്. ഓക്കെ, diagonal 0 ആണ്. അതുപോലാതെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? Skew symmetric എന്ന് നമ്മൾ പറഞ്ഞു ഇത് 3 ആണെങ്കിൽ ഇത് അതിന്റെ ഓപ്പോസിറ്റ്. അപ്പോൾ 3 is equal to 3 എന്ന് പറയുന്നത് ബി അല്ല, 3 ഈക്വൽ ടു ബി ആണ്, സിമെട്രിക്. ഇറ്റ്സ് സ്ക്യൂ ആയിട്ട് മൈനസ്. അപ്പോൾ ബി എന്ന് പറയുമ്പോൾ എത്രയാണ് മക്കളെ? -3. ഓക്കെ, ഈ മൈനസ് എടുത്ത് ഇങ്ങോട്ട് ഇട്ടാൽ മതി, സെയിം സാധനം. ഓക്കെ, അതേപോലെ അങ്ങനെയാണ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, എല്ലാവരും കമൻറ്റ് ചെയ്യുക ആൻസർ. നോക്കിയേ, എ എന്ന് പറയുമ്പോൾ എ എന്ന് പറയുമ്പോൾ ഇയാളാണ്. എ ഇസ് ഈക്വൽ ടു എന്താണ്? നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്തേ, എല്ലാവരും കമൻറ്റ്സ് നിങ്ങൾ നോക്കി പറയാം മക്കളെ. എ ഇസ് ഈക്വൽ ടു 5 അല്ല എന്ന് ഞാൻ പറയാം, എന്താണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇനി ഇതല്ലാണ്ട് ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് പ്രൂഫ് പോലെ ചോദിക്കുന്നതാണ്. നിങ്ങൾ ചിലപ്പോൾ അറിയുണ്ടാവും, നിങ്ങളുടെ ടീച്ചർ പഠിപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിരിക്കണം. ഷോ ദാറ്റ് എലമെന്റ്സ് ഓൺ ദ മെയിൻ ഡയഗണൽ ഓഫ് എ സ്ക്യൂ സിമെട്രിക് മാട്രിക്സ് ആർ ഓൾ 0. അതിനൊരു പ്രൂഫ് ഉണ്ട്. ഡയഗണലിൽ 0 എന്ന് ഞാൻ പറഞ്ഞല്ലോ. സി, നമ്മൾക്ക് പറഞ്ഞ എന്താണ്? സ്ക്യൂ സിമെട്രിക് മാട്രിക്സിന് പറ്റേ എ ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് എ ട്രാൻസ്പോസ്. ഓക്കെ, അത് വെച്ച് ഞാൻ പറഞ്ഞുതരാം, വളരെ സിമ്പിൾ. ഇത് മാട്രിക്സിൻ്റെ കാര്യം പറയാം. ഇനി എലമെന്റിനെ പറ്റി പറയണം. എ ഐ ജെ ഇസ് ഈക്വൽ ടു, പഠിച്ചു വെച്ചോ, എ ഐ ജെ ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് എ ജെ ഐ. ഇങ്ങനെയാണ് സംഭവം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ സ്ക്യൂ സിമെട്രിക്കിൻ്റെ പ്രത്യേകത കേട്ടോ, സ്ക്യൂ സിമെട്രിക്. ഓക്കെ, അപ്പോൾ എ ഐ ജെ, ഇപ്പോൾ ഫസ്റ്റ് റോ സെക്കൻഡ് കോളറിലുള്ള ആൾ സെക്കൻഡ് റോ ഫസ്റ്റ് കോളറിലായിട്ട് ഈക്വൽ ആണ്. അപ്പോൾ തിരിച്ചു, പക്ഷെ മൈനസും കൂടി വരുന്നു. അതാണ് ബേസിക്കലി സ്ക്യൂ സിമെട്രിക്കിൻ്റെ മീനിങ്. ഇനി നമുക്ക് വേണ്ട എന്താണ്? ഡയഗണൽ എലമെന്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ? ഡയഗോണൽ, നമ്മുടെ സ്ക്വയർ മാട്രിക്സ് ആണ് ഡയഗണൽ എലമെന്റ്സ് എന്ന് പറയുമ്പോൾ. ഒരു കാര്യം ശ്രദ്ധിക്കുക, എലമെന്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഐ ഈസ് ഈക്വൽ ടു ജെ. ഈ റോ നമ്പറും കോളം നമ്പറും സെയിം അല്ലേ? അപ്പം ഇവിടെ നോക്കിയേ, ഈ മാട്രിക്സ് നോക്കിയേ, ഇവിടെ 1 1 2 2 3 3 അതാണല്ലോ വരുന്നത്. അപ്പം നമുക്ക് പറയാൻ പറ്റും എന്താണ്? A11 A22 എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഈ എ ഐ ജെ എ ജെ എ മാറ്റാം. അപ്പോൾ എ ഐ ഐ ആക്കാം. എ ഐ ഐ ഫസ്റ്റ് റോ ഫസ്റ്റ് എലമെന്റ് ഇസ് ഈക്വൽ ടു എ മൈനസ് ഓഫ് എ ഐ ഐ. ഓക്കെ, നോക്കിയേ, എ ഐ ഐ അല്ലെ എ ജെ ജെ എന്ത് വേണം ആയിക്കോട്ടെ മക്കളെ, ഒരു നമ്പർ. അപ്പം ഇവിടെ നോക്കിയേ, ഇപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ നോക്കുക, എ ഐ ജെ ഇസ് ഇവിടെ മൈനസ് എ ജെ എ. അതിന് മീനിങ് ഫോർ എക്സാമ്പിൾ ഇവിടെ 3 ആണെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് റോ സെക്കൻഡ് ഇത് A12 ആണ്, ഇത് A21 അല്ലേ? അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണ്. പക്ഷേ 3 ഈക്വൽ ടു മൈനസ് ബി അല്ലേ? 3 ഈക്വൽ ടു ബി അല്ല, 3 ഈക്വൽ ടു മൈനസ് ബി. പക്ഷേ ഇവിടെ പറയുന്നത് എന്താണ്? എ ഐ ഐ ഇസ് ഈക്വൽ ടു മൈനസ് എ ഐ. ഏത് നമ്പറാ? 4 ഇസ് ഈക്വൽ ടു -4 എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഇല്ല. 5 ഈക്വൽ ടു -5 പറ്റുമോ? ഇല്ല. പക്ഷെ ഒരു നമ്പർ ഉണ്ട്, എനിക്ക് അതിൻ്റെ ഈക്വൽ ആണ് അതിൻ്റെ മൈനസ് ആയിട്ട്. ഓക്കെ, ഞാനും അതിന് മൈനസ് ഈക്വൽ ആണ്. അതിങ്ങനെ കണ്ടുപിടിക്കുക, ഈ സാധനം ഇങ്ങോട്ടേക്ക് വരിക. അപ്പോൾ എ ഐ ഐ ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ എല്ലാവരും കമൻറ്റ് ഇടുക. എ ഐ ഐ പ്ലസ് എ ഐ ഐ ഇസ് ഈക്വൽ ടു 0 കിട്ടി അല്ലേ? ലെഫ്റ്റിലേക്ക് വന്നപ്പോൾ അപ്പോൾ 2AII ഓക്കെ ഇസ് ഈക്വൽ ടു 0. ആ 2 ഇങ്ങോട്ടേക്ക് ഡിവൈഡ് ചെയ്ത് AII ഇസ് ഈക്വൽ ടു 0/2 വിച്ച് ഇസ് 0. ഓഹോ, അപ്പോൾ ഡയഗണൽ എലമെൻറ്റ്സ് നോക്കിയേ AII അങ്ങനെ പറയുമ്പോൾ ഡയഗണൽ എലമെൻറ്റ്സ് സ്ക്യൂ സിമെട്രിക് മാട്രിക്സിൽ 0 ആണെന്ന് പ്രൂവ് ചെയ്തു. അപ്പോൾ AII എന്ന് പറയുമ്പോൾ A11 A22 അങ്ങനെ പോയി ANN ഇസ് ഈക്വൽ ടു 0. ഈ പ്രൂഫും കിട്ടി. നമ്മൾ 3 ക്വസ്റ്റ്യൻ ചെയ്തു, 6 മാർക്കിന് 4 മാർക്കിൻ്റെയും 1 മാർക്കിനും 2 മാർക്കിൻ്റെ ഒക്കെ ചെയ്തു. ഇതിൻ്റെ പ്രൂഫ് ഉണ്ട്. മാട്രിക്സ് എന്നുള്ള ചാപ്റ്റർ നിങ്ങൾ ഒന്നും പഠിച്ചു പോയില്ലെങ്കിലും ഇത് പഠിച്ചു വേണം, വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ എന്താണ് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനോടൊക്കെ പറയാം. ലൈവ് ഉണ്ടല്ലോ 7 മണിക്ക്, മറക്കണ്ട.